ഇപ്പൊ നമുക്കൊരു ദിവസം ഇന്റർനെറ്റ് ഇല്ലാതെ ജീവിച്ചു പോകാൻ പറ്റില്ല അല്ലേ? പറ്റത്തില്ല. അപ്പൊ നമുക്ക് എന്തിനിപ്പോ ഒരു ചായ കുടിക്കാൻ പോവുകയാണെങ്കിലും ഒക്കെ പോട്ടെ, ഇപ്പോൾ ഏറ്റവും ചെറിയൊരു തിങ് വാങ്ങണമെങ്കിൽ കൂടി നമുക്ക് എന്ത് വേണം? ഇന്റർനെറ്റ് ആവശ്യമാണ് അല്ലേ? നമുക്കറിയാം, നമുക്ക് അത്രയും ഒരു വാസ്റ്റ് ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം തന്നെ സത്യം പറഞ്ഞ റിലയൻസ് ആണ് നമുക്ക്. ഓക്കെ, നേരത്തെ എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഒരു 100 രൂപ കൊടുത്താലാണ് ഒരു ഭാര്യപ്പെട്ട ഒരു 10-3 GB ഡാറ്റ ഒക്കെ കിട്ടത്തുള്ളൂ. സത്യം, 100 രൂപ 250 രൂപ കൊടുത്താലാണ് 1 GB നമുക്ക് കിട്ടുള്ളൂ. ബട്ട് ഇപ്പൊ അങ്ങനെയല്ലേ? ഇപ്പൊ വെച്ചാൽ 199 റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി 1.5 GB ഒക്കെയാണ് കിട്ടുന്നത്. പക്ഷെ അതും തികയാത്തൊരവസ്ഥ, തട്ടിമുട്ടി പോകാൻ ഒരു 2 GB നമുക്ക് ഒരു ദിവസത്തേക്ക് 1 GB ഉണ്ടെങ്കിൽ തന്നെ ധാരാളമാണ്. ബട്ട് ഇപ്പൊ അങ്ങനെയല്ലേ? ഇപ്പൊ ഒരു രാവിലെ തുടങ്ങിയാൽ ഒരു 11 മണി ഡാറ്റ തീരും. ഇപ്പൊ ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 2 GB നെറ്റ് വേണം എന്നുള്ള ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്താണ് എന്ത് നമുക്കറിയാം, നമ്മുടെ കറന്റ് ഇപ്പൊ 5G ഇറങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷെ ചൈന അവിടെ വീണ്ടും ഒരു സത്യം 10G പറഞ്ഞിട്ട്, ഓക്കെ വയർലെസ് അല്ല, വയർഡ് ആണെന്നുണ്ടെങ്കിലും നല്ല ഇന്നോവേഷൻ ആണ്. അതെ, ഇപ്പൊ നേരത്തെ ഉള്ളതിനേക്കാളും ഇരട്ടിയാണ്. 5G ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡബിൾ ആണ്. നേരെ ഡബിളാ, 6G 7G എന്നല്ല, നേരെ ഡബിൾ ആക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു 8K 20 GB ഫയൽ എങ്ങാണ്ട് അവർക്ക് ഒരു 20 സെക്കൻഡ് മതി ഡൗൺലോഡ് ചെയ്യാന്നുള്ള ലെവൽ. 20 GB ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സാധനം പെട്ടെന്ന് ഒരു 20 സെക്കൻഡ് നമുക്കൊരു ഒക്കെ ചാർജ് ചെയ്യാൻ കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു സമയം പോലും വേണ്ട. ഒരു അത്രയും വലിയ GB സിനിമ ഡൗൺലോഡ് ചെയ്യാൻ നമുക്കറിയാം. ഇപ്പൊ നമുക്ക് 20 GB ഡാറ്റാസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യില്ല. ഇപ്പൊ നമുക്ക് ഇപ്പൊ ടെലിഗ്രാമിലൊക്കെ ഒരു ഫിലിം വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ഒക്കെ ആയിരിക്കും. ഇപ്പൊ 20 GB 20 സെക്കൻഡ് ഡൗൺലോഡ് ആവുമെന്ന് പറയുമ്പോൾ 1 GB എന്ന് പറയുന്നതൊക്കെ നമുക്കൊന്നും ഒരു 1 സെക്കൻഡ് മതി ഡൗൺലോഡ് ആവാൻ. ക്ലിക്ക് ചെയ്യാം, ഡൗൺലോഡ് ആയിക്കോട്ടെ. അപ്പൊ അത്രയും ടെക്നോളജി അവർ കൊണ്ടുവരുന്നുണ്ട്. മീൻസ് ഭയങ്കരമായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന കുറെ ആൾക്കാരാണ്. ഞാനെ കോർത്തിരുന്നത് ഒരു 10 GB ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3-4 years എങ്കിലും അറ്റ്ലീസ്റ്റ് വേണം ഞാൻ വിചാരിച്ചിരുന്നു. ഇതിപ്പോ 5G വന്ന് കയറിയുള്ളൂ, അപ്പത്തേക്കും 10G എത്തി. ആ ഒരു റെവല്യൂഷൻ നോക്കുക, 2G വരുന്നു, 3G വരുന്നു, 4G വരുന്നു, 5G, 6G 7G 8G 9G അങ്ങനെ പോകുന്നു വിചാരിച്ചു. പക്ഷെ പെട്ടെന്നാണ് അവര് അതല്ലേലും ചൈനക്കാരുടെ ഒരു ഇത് അങ്ങനെയാണ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിന്റെ എൻ്റെ ഡിഫറെന്റ് ആയിട്ട് ഒരു മാസീവ് ആയിട്ടുള്ള ഒരു സത്യം. ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇതിപ്പോ 10G എന്ന് പറഞ്ഞ സാധനം ചൈന ഇറക്കില്ല, അപ്പൊ ഇന്ത്യ തന്നെയാണ് ഇറക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ 6G ഒക്കെ ഇറക്കുന്നുണ്ടാവുക, 10Gക്ക് പോവില്ല. അവരെന്തോ ഒരു ബിഗ് ബാങ് ആയിട്ട് നടക്കാൻ വേണ്ടി എന്തോ വലുത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഈ 10G കാര്യം ഇതിന് മുന്നേ ചൈനയിൽ ആരും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒഫീഷ്യൽ ഒന്നും പറഞ്ഞില്ല. അവര് ഒരു ബാൻ, ഒരു എന്താ പറയാ, പെട്ടെന്ന് ഒരു സാധനം ഒരു ദിവസം രാവിലെ 10G പിടിച്ചോ. ഇനിയിപ്പോ നമുക്ക് ഇനിയും കുറെ എക്സ്പെക്ട്. ഇനിയിപ്പോ അവർ അടുത്ത ദിവസം തന്നെ 15 GB ഇറക്കില്ല, ഒന്നും പറയാല്ല. അങ്ങനെ അവരുടെ ടെക്നോളജീസ് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പൊ നമുക്കറിയാം പല കാര്യങ്ങളും ചൈന ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും ഇപ്പൊ സ്വന്തമായിട്ട് മൂന്നുണ്ട ആൾക്കാരാണ് അവര്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളിലും ചൈന നമ്മൾ ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർ അവിടെയാണ്. അറൗണ്ട് 1.05 ബില്യൺ യൂസേഴ്സ് ഉണ്ട് അവിടെ. അത്രയും പേര് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ഇതൊക്കെ ആവശ്യമാണ് സത്യം പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാല് അവിടുത്തെ ആൾക്കാർ വർക്ക് ചെയ്യാൻ ഓക്കെയാണ്. അതാണ് മെയിൻ ആയിട്ട്. അവർ വർക്ക് ചെയ്യാനും അവര് എന്താ പറയാ, ഒരാൾ പുറകെ വർക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ല. അവർ തന്നെ വില്ലിംഗ് ആണ് വർക്ക് ചെയ്യാനായിട്ട്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യന്റെ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ചൈനയുടെ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിലും ഏകദേശം കുറച്ച് മാറ്റം. ഇപ്പൊ ഇന്ത്യയിൽ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യനെക്കാട്ടിലും വർക്ക് ഫോഴ്സ് കൂടുതലാണ്. അതാണ് മെയിൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും ടെക്നോളജി ആയാലും പെട്ടെന്ന് അഡ്വാൻസ്ഡ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല.